മാധവേട്ടൻ അറിഞ്ഞോ? എന്താടാ ചിദംബര, എന്തുണ്ടായി? നമ്മുടെ ശേഖരൻ സാറ് പുള്ളിയുടെ മോനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലാണോ? ഇത് അത്ര കേസല്ല. അന്യായം ഫയൽ ചെയ്തിരിക്കുക കോടതിയിൽ. പക്ഷേ വക്കീൽ ഇടപെട്ട് കേസ് കോടതി വരെ എത്തിയില്ല. ചേംബറിൽ വെച്ച് തീർപ്പാക്കാനാ തീരുമാനം. ഇതിപ്പോ എന്നാ പറ്റി ശേഖരേട്ടന്? ഒരു മോനല്ലേ ഉള്ളൂ. ഉള്ളതെല്ലാം അവൻ എഴുതി കൊടുത്തില്ലേ? തന്നെയുമല്ല, വളരെ കാലം മുമ്പ് ഭാര്യ മരിച്ചിട്ടും മകനെ ഓർത്ത് വേറെ ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല. താമസിച്ചിരുന്ന പഴയ കുടുംബ വീട്ടിൽ മൂപ്പരിപ്പ് ഒറ്റയ്ക്കല്ലേ താമസം. മോനങ്ങ് കോയമ്പത്തൂരല്ലേ ജോലി. കുടുംബമായിട്ട് അവൻ അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയല്ലേ. ഇപ്പൊ ഇതെന്നാ പറ്റി? ആർക്കറിയാം, മനുഷ്യന്റെ കാര്യമല്ലേ, മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കും. ഏതായാലും ശേഖരേട്ടൻ എനിക്കൊന്ന് കാണണം, കാര്യമൊന്നും അറിയണമല്ലോ. ഞാൻ പോട്ടെ, എനിക്ക് വില്ലേജിലൊന്ന് പോണം. ശരി എന്നാ. ശേഖരേട്ടാ, ഇതിപ്പോ എന്നാ ഒരു ഷോപ്പിംഗ് ഒന്നും അല്ലടോ. പല്ല് വെളുപ്പിക്കുന്ന പേസ്റ്റ് തീർന്നു, അതൊരെണ്ണം വാങ്ങി. പേസ്റ്റ് തേക്കുന്ന ബ്രഷും തേഞ്ഞു, അത് 2 എണ്ണം വാങ്ങി. അത്രേ ഉള്ളൂ. അതെ, ശേഖരേട്ടൻ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താണ് കാര്യം? ശേഖരേട്ടൻ മോനെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടു. നേരാണോ? കേസൊന്നും അല്ലടോ, ഒരു അന്യായം കൊടുത്തു. ന്യായമായ എൻ്റെ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു അന്യായം, അത്രേ ഉള്ളൂ. അത് കോടതി വരെ എത്തിയില്ല. ശശീന്ദ്രൻ സാറിന്റെ ചേംബറിൽ വെച്ച് ഒത്തുതീർപ്പാക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ വരട്ടെ. ശരി ശേഖരേട്ടാ. ആദ്യം നിങ്ങൾ പറയൂ, ഞാൻ ആരാണെന്ന്. ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം. ഇതാരാണ്? എന്റെ അച്ഛനാണ് സാർ. അതായത് നിങ്ങൾ രണ്ടുപേരുടെയും മാനസികാവസ്ഥയ്ക്ക് ഒരു കുഴപ്പവുമില്ല. അച്ഛന് മകനെയും മകൻ അച്ഛനെയും തിരിച്ചറിയാം. പിന്നെ ഇതെന്താ? എനിക്കെതിരെ അച്ഛൻ കേസ് കൊടുത്തു, അതുകൊണ്ട് എനിക്കും കേസ് കൊടുക്കേണ്ടി വന്നു. നാളെ ഇതറിയുന്ന ജനങ്ങൾ പറയും, ഒരച്ഛൻ സ്വന്തം മകനെതിരെ 1000 രൂപയ്ക്ക് കേസ് കൊടുത്തെന്ന്, അതിനുവേണ്ടി കോടതിയിൽ വരെ മകനെ കയറ്റിയെന്ന്. അതെ സർ, കോടതി വരെ വരേണ്ടി വന്നു. അങ്ങനെ വരേണ്ടി വന്നതിൽ എനിക്കൊരു ദുഃഖവുമില്ല. എനിക്ക് മാസം 1000 രൂപ ഇവൻ തരണം. അതൊന്നായിട്ടല്ല, ഓരോ 15 ദിവസം കഴിയും തോറും 500 രൂപ വെച്ച് ഇവൻ തരണം. കേട്ടോ സാർ, സാറിനിപ്പം കാര്യം മനസ്സിലായില്ലേ? 1000 രൂപയല്ല വിഷയം, അച്ഛൻ ജയിക്കണം. അച്ഛന് മാത്രം ജയിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല സാർ, ഇങ്ങേരെ എന്നെയും ഭാര്യയെയും സന്തോഷത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. 5 വർഷമായി ഞാൻ മാറി താമസിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് വെച്ചാൽ? ഓഹോ, അങ്ങനെയാണോ? അപ്പോൾ ഇതിനർത്ഥം ഇദ്ദേഹം നിങ്ങളുടെ കൂടെയല്ല താമസം? അല്ല സർ, ഞാൻ എൻ്റെ പഴയ വീട്ടിലാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്ക്. കുറച്ചു നാൾ മുമ്പ് ഇവൻ ഇവൻ്റേതായ ഒരു വീട് പണിതു. അന്നു മുതൽ ഭാര്യയും മക്കളെയും കൂട്ടി ഇവൻ അവിടെയാണ് താമസം. അതവിടെ നിൽക്കട്ടെ. 1000 രൂപ കൊണ്ട് നിങ്ങളുടെ ഒരു മാസത്തെ ചെലവ് നടക്കുമോ? മതി സാർ. 22,000 രൂപ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. 22,000 രൂപ പെൻഷനുള്ള നിങ്ങൾ സ്വന്തം മകനോട് എന്തിനാണ് 1000 രൂപ ചെലവിന് ചോദിക്കുന്നത്? അതാണ് സാർ, എന്നെ മനഃപൂർവ്വം ശല്യപ്പെടുത്തുകയാണ്. വെറും 1000 രൂപയ്ക്ക് വേണ്ടിയാണ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. എന്തിന്റെ കുറവാണ് ഇങ്ങേർക്ക്? സ്വന്തം വീട്, വണ്ടി, വീട്ടിലെ ജോലി ചെയ്യാൻ സെർവന്റ് വേറെയും. വേലക്കാരൊന്നും ഇപ്പൊ ഇല്ല സാർ. 5 മാസം മുമ്പ് അവർ ജോലി ഉപേക്ഷിച്ചു പോയി. വല്ലപ്പോഴും ഒന്ന് അന്വേഷിച്ചാലല്ലേ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റൂ. അതിനിപ്പോ എന്താ? 10-12 രൂപ കൊടുത്താൽ സെർവന്റിനെ കിട്ടില്ലേ സാർ? എന്നാലും വീട്ടുചെലവ് കഴിഞ്ഞാൽ പിന്നെയും പൈസ ബാക്കിയാ ഇങ്ങയുടെ കയ്യിൽ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ നിന്റെ അച്ഛനാണ്. എനിക്ക് 1000 രൂപ എല്ലാ മാസവും വേണം. അതും 500 രൂപ വെച്ച് മാസത്തിൽ 2 പ്രാവശ്യം. ഒരച്ഛനോടുള്ള കടമയായോ?
ബാധ്യതയായോ കൂട്ടിക്കും? നോക്കൂ മിസ്റ്റർ ശേഖരൻ, കരയാതെ. എന്താ ഇങ്ങനെ ബാലിശമായ വാശി? ശരിയല്ല, എനിക്കിതങ്ങ് മനസ്സിലാകുന്നില്ല. വാശിയല്ല സർ, ഒരച്ഛനെന്ന നിലയിൽ ഞാൻ ചോദിക്കുന്ന എന്റെ അവകാശമാണ്. മാസത്തിൽ 2 പ്രാവശ്യം 500 രൂപ വീതം തരാൻ ഇവൻ വരുമ്പോഴെങ്കിലും മനസ്സ് നിറഞ്ഞ് കൺകുളിർക്ക് എന്റെ മകനെ ഒന്ന് കാണാമല്ലോ സാർ. ആണും പെണ്ണുമായി ആകെയുള്ളൊരു മകനാണ് സാർ. കഴിഞ്ഞ 5 വർഷമായി ഞാൻ അവനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല സാറേ. വയസ്സായ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാര്യം അവൻ മറന്നുപോയി സാറേ. പൈസ തരാനാണെന്നും പറഞ്ഞ് മാസത്തിൽ 2 പ്രാവശ്യം അവൻ വരുമ്പോഴെങ്കിലും ഇവൻ ഓർക്കും സാറേ, ഇവന്റെ അച്ഛൻ മരിച്ചിട്ടില്ലെന്ന്. സാറിനറിയാമോ, കുറച്ചു ദിവസം മുമ്പ് എന്റെ വീടിനടുത്ത് പ്രായം ചെന്ന് മരിച്ച രാഘവേട്ടന്റെ അഴുകിയ മൃതശരീരം കിട്ടി. അറിയില്ല സാറേ എത്ര നാൾ പുഴുവരിച്ചു കിടന്നെന്ന്. എന്താന്നറിയാമോ, ഭാര്യ മരിച്ചു. അയാളുടെ മകനും ഭാര്യയും വിദേശത്താണ്. എനിക്ക് ഭയമാണ് സാർ. എനിക്കും അങ്ങനെ ഒരു അവസ്ഥ വരുന്നതെന്നാണ് എന്റെ പ്രാർത്ഥന. അതുകൊണ്ടാ സാറേ മാസത്തിൽ 2 പ്രാവശ്യമായി എന്റെ മകൻ എനിക്ക് 1000 രൂപ തരണമെന്ന് ഞാൻ പറഞ്ഞത്. കിഷോറെ, നിനക്ക് ജന്മം നൽകി, നിന്നെ വളർത്തി വലുതാക്കി, നിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയ ഈ വലിയ മനുഷ്യൻ ഇന്ന് സ്വന്തം മകനെ ഒരു നോക്ക് കാണുവാൻ കോടതിക്ക് മുന്നിൽ ഹർജിയുമായി നിൽക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്റെ മരണം പോലും ജീവന് തുല്യം സ്നേഹിക്കുന്ന തന്റെ മകൻ അറിയാതെ പോകുമോ എന്ന് ഭയക്കുന്നു. ലജ്ജ തോന്നുന്നു. നിന്നെപ്പോലുള്ള മക്കളെ ഓർത്ത് ലജ്ജിക്കുന്നു. ശരിയാണ് സാർ, എനിക്കാണ് തെറ്റ് സംഭവിച്ചത്. ഓർക്കാനാവാത്ത തെറ്റ്. അച്ഛാ, കഴിയുമെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാനെല്ലാം മനസ്സിലാക്കുന്നു അച്ഛാ. എല്ലാത്തിനും പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തും. ഞങ്ങൾക്കിടയിൽ ഇനി പരാതിയില്ല സാർ. വരൂ അച്ഛാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. കഥ പറയാ ഒരു കഥ പറയാ ഒരു കഥ പറയാ ഒരു കഥ ഇരുകഥ മുത്തശ്ശി കഥമാനം നിറയെ കഥ പറയാ കഥ പറയാ ആ ഒരു കഥ ഇരുകഥ മുത്തശ്ശി കഥമാനം നിറയെ കഥ പറയാ കഥ പറയാ ഒരുപോലിരുപോൽ വന്നത് നിന്നത് ചടുക്കുട്ട് ചടുക്കുട്ട് ചാടി മറിഞ്ഞത് എല്ലാം എല്ലാം ചൊല്ലാം എല്ലാം ചൊല്ലാം എല്ലാം എല്ലാം ചൊല്ലാം എല്ലാം ചൊല്ലാം ഇനി ഈ കാലം മാറി